മെസ്സി കേരളത്തിൽ വരാൻ ഒറ്റ വഴിയുള്ളൂ. ഈ കായിക മന്ത്രിയും ഈ റിപ്പോർട്ടർ മുതലാളിയും ഒക്കെ ഇത്രയും കാലം തള്ളിയത് അർജന്റീനൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ളത് മെസ്സിക്ക് അയച്ചു കൊടുക്കുക. മെസ്സി എങ്ങാനും അത് കേട്ടാൽ ഉറപ്പായിട്ടും കേരളത്തിലേക്ക് വരും. എന്തിനാണെന്നറിയോ? ഈ രണ്ടുപേരുടെ ഈ കരണക്കുറ്റിക്ക് ഓരോന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും മെസ്സി കേരളത്തിലേക്ക് വരിക എന്നുള്ളതാണ് സത്യം. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലേക്ക് ആരാ വരിക? അയ്യപ്പന്റെ വിഗ്രഹം പോലും അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ മാത്രം അഴിമതിക്കാരായ. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ വാതിൽ വെക്കുന്നത് എന്തിനാ? വീട്ടിൽ വാതിൽ വെക്കുന്നത് കള്ളന്മാർ വീടിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശബരിമലയുടെ വാതിൽ വരെ അടിച്ചു മാറ്റി പോയ ഒരു സർക്കാരല്ലേ പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് RSSുമായി കരാറുണ്ടാക്കി PMC കരാറിൽ ഒപ്പിട്ടു. PMC കരാറിൽ ഒപ്പിട്ടപ്പോൾ വലിയ വിമർശനം വന്നു. അപ്പൊ പിണറായി വിജയൻ പറയാണ്, ഞാൻ കേരളത്തിലെ സ്കൂൾ കുട്ടികളെ ആലോചിച്ചിട്ടാണ് ഈ PMC കരാറിൽ ഒപ്പിട്ടതെന്ന്. കേരളത്തിലെ സ്കൂൾ കുട്ടികളെ ആലോചിച്ചിട്ടല്ല, സ്വന്തം വീട്ടിലെ 2 കുട്ടികളെ ആലോചിച്ചിട്ടാണ് പിണറായി വിജയൻ ഈ കരാറിൽ ഒപ്പിട്ടത് എന്ന് ആർക്കാണ് അറിയാത്തത്? ഈ മക്കൾ കേസിനകത്ത് അകപ്പെടും, ജയിലാകുമെന്ന് മനസ്സിലാക്കിയിട്ട് എന്നെയും നിങ്ങളെയും ഒറ്റുകൊടുത്ത്, മലയാളിയെ ഒറ്റുകൊടുത്ത് RSSുമായി കരാറിലേർപ്പെട്ട് PMC കരാറിൽ ഒപ്പിട്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താ പറഞ്ഞത്? ഞങ്ങളിവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം കേരളത്തിൽ CAA നടപ്പിലാവില്ലെന്നാണ്. SIR ഒരാഴ്ച മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഇവിടെ നടക്കുന്ന സമയത്ത് ഈ SIR ഒന്ന് മാറ്റിവെക്കണമെന്ന് തീരുമാനമെടുക്കാൻ കേരളം ഭരിക്കുന്ന ഇവരുടെ കീഴിലല്ല ഉദ്യോഗസ്ഥന്മാര്. എന്തെങ്കിലും വിചാരിച്ചിട്ട് നടക്കാത്തത്? അപ്പൊ CAA നടപ്പിലാക്കില്ല എന്ന് വീമ്പ് പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാറ്റി കഴിയുന്നത് വരെ SIR ഒന്ന് മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിന്ന്, അമിത്ഷായുടെ മുമ്പിൽ നിന്ന് ധൈര്യത്തോടെ അത് പറയാനുള്ള ചങ്കൂറ്റം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയത്? എന്നിട്ട് ഇപ്പൊ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തുക. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഒരു വകുപ്പ് മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. നമ്മൾ ഭരിക്കുന്ന സമയത്ത് ആരോഗ്യ മേഖല എന്തായിരുന്നു? അന്ന് ഈ പറയുന്ന ഫിറോസ് കുന്നംപറമ്പിലോ വേറെ ഏതെങ്കിലും ചാരിറ്റി സോഷ്യൽ മീഡിയയിലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സഹായിക്കാൻ വേണ്ടിയിട്ട്? അന്ന് വീഡിയോ ഉണ്ടാവാറില്ല. എന്താ കാര്യം? നമ്മുടെ കാരുണ്യ ഫണ്ട്, ആ കാരുണ്യ ഫണ്ട് വഴി ആയിരക്കണക്കിന് രോഗികൾക്ക് സൗജന്യമായി കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ കിട്ടിയപ്പോ ഇന്നെല്ലാവരും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവാം. എന്താ കാര്യം? സർക്കാർ ആശുപത്രിയിൽ ഒന്നും മരുന്നില്ല, സർജറിക്ക് ഉപകരണമില്ല. ഇനി എങ്ങാനും അവിടെ ചെന്നാൽ അവന്റെ അവസ്ഥ എന്താ? ഞാൻ 4 ദിവസം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടിയെ കാണാൻ വേണ്ടി പോയി. 9 വയസ്സുള്ള കുട്ടിയെ പാലക്കാട് നിന്ന് വന്നതാ. കളിച്ചുകൊണ്ടിരിക്കുമ്പോ വീണപ്പോ കയ്യിൽ എല്ല് പൊട്ടി. പാലക്കാട് ആശുപത്രിയിൽ പോയപ്പോ ഇവിടുന്ന് വരെ പ്ലാസ്റ്റർ ഇട്ടു. 2 ദിവസം കഴിഞ്ഞിട്ട് വേദന സഹിക്കുന്നില്ല. ഡോക്ടറെ അടുത്ത് വീണ്ടും കൊണ്ടുപോയി അമ്മ. അപ്പൊ ചോദിച്ചു, ഡോക്ടർ നിങ്ങളുടെ കയ്യിൽ 1.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടോ? ചോദിച്ചു, എന്തിനാ? 1.5 ലക്ഷം ഉറുപ്പ്യ സർക്കാർ ആശുപത്രിയിൽ പോയിക്കോ, ഇവിടെ നിന്നൊക്കെ പറ്റുള്ളൂ. വേദന ഉണ്ടോ? വേദനക്കുള്ള ഗുളികതാണ്. ഗുളിക കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ കുഞ്ഞിന് വേദന സഹിക്കാൻ കഴിയാതെ അബോധാവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ വന്നു. ആ കുഞ്ഞിനെ വാരി എടുത്തിട്ട് അമ്മ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്നു. ആ അമ്മ എന്നോട് പറയാണ്, ഡോക്ടർ പ്ലാസ്റ്റർ കട്ട് ചെയ്തപ്പോ ഞാൻ നൊന്തു പ്രസവിച്ച കുഞ്ഞാണ് എന്ന് മറന്നുപോയി. ഞാൻ അറിയാതെ മൂക്കുപൊത്തി, കാരണം കൈ ചീഞ്ഞളിഞ്ഞിട്ട് ദുർഗന്ധം വന്നിട്ട് അവസാനം ആ 9 വയസ്സുള്ള കുഞ്ഞിന്റെ വലത് കൈ മുറിച്ചു മാറ്റി. ഈ എല്ല് പൊട്ടിയിട്ട് എല്ല് പുറത്തേക്ക് വന്നപ്പോൾ ഒരു മുറിവുണ്ടായി. ആ മുറിവിൽ മരുന്ന് വെക്കാതെ പ്ലാസ്റ്റർ ഇട്ടതാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ. ഞാൻ വീണ ജോർജിനോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മകനാണിത് പറ്റിയത് തന്നെയാണ്, നിങ്ങളുടെ മകൾക്കാണ് ഇത് പറ്റിയതെങ്കിൽ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുമോ? ആ കുഞ്ഞിന് ഒരു ജോലിക്ക് പോകാൻ കഴിയുമോ? വലത് കൈ പൂർണ്ണമായി മുറിച്ചു മാറ്റിയ ഒരു കുഞ്ഞിന്, അതും ഡോക്ടറുടെ സർക്കാർ ആശുപത്രിയുടെ അശ്രദ്ധ കാരണം 2 ലക്ഷം രൂപ.